പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വൈറലായിരിക്കുന്നത് ഒരു ഗാനവും ആ ഗാനത്തിനെതിരിൽ സഖാക്കൾ ഉറഞ്ഞു തുള്ളുന്നതുമായ കാഴ്ചയാണ്. അതിൻ്റെ ക്രോണോളജി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആയിരത്തി 1989 ഒരു ഡിസംബർ കാലം ആലത്തൂരിനടുത്ത്, നമ്മുടെ ശശി തരൂരിൻ്റെ നാടായ തരൂരിനടുത്ത് വാവുള്ള്യാപുരം പുഴക്കൽ പള്ളിയിൽ, അവിടെ പുഴക്കൽ പള്ളി നേർച്ച നടക്കുകയാണ്. അന്ന് ഞാൻ വടക്കഞ്ചേരിയിൽ പഴയ ഇരുമ്പ് കച്ചവടം ചെയ്യുന്ന കാലമാണ്. അന്ന് ഏതൊക്കെ പൂരപ്പറമ്പുകളിൽ ഗാനമേളകൾ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം പോയി ഗാനമേളകൾ കാണുക എന്നത്, പാട്ട് കേൾക്കുക എന്നത് വലിയ അന്നത്തെ ഒരു രീതിയായിരുന്നു. അങ്ങനെ ഈ പുഴക്കൽ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗാനമേള, കൊച്ചിയിലെ ഏതോ ഒരു ട്രൂപ്പാണ് ഗാനമേളക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നാസർ എന്ന പേരുള്ള ഒരു യൗവനം പിന്നിട്ട് മധ്യവയസ്സിലേക്ക് എത്തുന്ന ഒരാൾ, അത്യാവശ്യം നല്ല മുടിയൊക്കെ വളർത്തി, അങ്ങനെ ഒരാൾ, അദ്ദേഹമാണ് ആദ്യത്തെ ഭക്തിഗാനം പാടുന്നത്. അദ്ദേഹം പാടിയ പാട്ടാണ് ഈ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തി. ഈ പാട്ട് ഞാൻ ആദ്യമായി കേൾക്കുന്നത് അന്നാണ്. അത് അദ്ദേഹം പാടുന്നത് അങ്ങനെയൊന്നല്ല, ഒന്ന് വളഞ്ഞു കുത്തി നിന്ന് അവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ഒരു പ്രത്യേക ആക്ഷനിലൊക്കെ. ആ രംഗം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈ പാട്ടിൻ്റെ ധാരാളം പാരഡികൾ പിന്നെ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ മക്കയിലെത്തി കഅബയിലണയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഹജ്ജ് ഗാനം ഈ ട്യൂണിൽ ഉണ്ടായിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ പിന്നെ മന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് കലാഭവൻ മണിയും നാദിർഷയും കൂടി പാടുന്ന പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ധാരാളം പാരഡി ഗാനങ്ങൾ ഈ ട്യൂണിൽ മാത്രമല്ല, കേരളത്തിലെ ഏത് പാട്ടിൻ്റെ ട്യൂണിലാണ് പാരഡികൾ ഇറങ്ങാത്തത്? നാദിർഷ, അതിനു മുൻപ് നമ്മുടെ VD രാജപ്പൻ തുടങ്ങി എത്രയോ ആളുകൾ ഈ രംഗത്ത് അതിപ്രശസ്തരായ ആളുകളുണ്ടല്ലോ. പാരഡി ഗാനങ്ങൾ കേരളത്തിൽ ഇറങ്ങുക എന്നതൊരു പുതിയ കാര്യമേ അല്ല. പിന്നെ ഈ ഗാനം ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെയും കുറച്ച് മുൻപാണല്ലോ. അപ്പോൾ ഈ പാട്ട് പാടി ഇത് അവർക്ക് എതിരിലാണെന്ന് അവർ കേൾക്കുമ്പോൾ തന്നെ അറിയാം സഖാക്കൾക്ക്. അപ്പോഴൊക്കെ അവർ പതിയിരിക്കുകയാണ്. കേസ് പോകാനോ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ ഉപയോഗിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇത് തങ്ങൾക്ക് ഗംഭീരമായ അടിയായി എന്ന് മനസ്സിലായി. അപ്പോഴും ഇവർക്ക് പ്രത്യേകിച്ച് ഇതിനെതിരിൽ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഏതോ സംഘി എഴുതിയ പാട്ട് UDF പാടി എന്നൊക്കെ രൂപത്തിലായിരുന്നു അവരുടെ വിമർശനം. അവസാനം ഇതിൻ്റെ അണിയറ പ്രവർത്തകൻ ഇതൊരു GP കുഞ്ഞബ്ദുള്ളയാണ് എന്ന് കണ്ടപ്പോൾ, ഈ പേര് കണ്ടതോടുകൂടി അവർ ഇളകി വശായി. അപ്പം പിന്നെ കേസായി, കൂട്ടമായി, അയ്യപ്പനെ അധിക്ഷേപിക്കലായി. പിന്നെ അതുമായി ബന്ധപ്പെട്ടവർക്ക് പറഞ്ഞുകൂടാത്ത ഒന്നുമില്ല, ഇപ്പൊ കേസുമായി. ഇതിനു മുൻപ് സമാനമായ രൂപത്തിൽ പല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചിരുന്നുവെങ്കിൽ ആ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരായി രംഗത്ത് വരുന്ന ഈ വിഭാഗം, പൂക്കാസ, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ ആവിഷ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണല്ലോ ഇവർ. അത് തങ്ങൾക്കെതിരിലാകുമ്പോൾ മാത്രം എന്നുപോരാ, അതിൻ്റെ പിന്നിലൊരു മുസ്ലിം നാമം ഉണ്ടാകുമ്പോൾ മാത്രം ഉണരുന്ന ഈ വർഗീയതയുണ്ടല്ലോ, ഇത് സഖാക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് മെല്ലപ്പോ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. എല്ലാവരും ഈ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെക്കുറിച്ചും ആളുകൾക്ക് കൃത്യമായ ധാരണയുണ്ട്. എല്ലാവരും അതിൻ്റെതായ അർത്ഥത്തിൽ വിലയിരുത്തുന്നുമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ആ പരാജയമുണ്ടല്ലോ, അതിൻ്റെ ആഘാതം വർദ്ധിക്കുക എന്നതല്ലാതെ അതിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്
ഇത്തരം കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ ടോൺ മാറ്റുകയാണെങ്കിൽ അപ്പോഴാണ് അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കാനെങ്കിലും സമയമുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ GP കുഞ്ഞബ്ദുള്ള അദ്ദേഹം മാപ്പിളപ്പാട്ടിൻ്റെ വർണ്ണചരിത്രം എന്ന പുസ്തകം എഴുതിയ ആളാണ്. അതേപോലെ ധാരാളം നൂറുകണക്കിന് മാപ്പിളപ്പാട്ടുകളുടെ രചയിതാവാണ്. അദ്ദേഹത്തിന് ഒരു പാട്ടെഴുതുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും അറിയാത്ത ഒരാളൊന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരിലൊക്കെ നിങ്ങളിങ്ങനെ നിയമ നടപടികളുമായി പോവുകയാണെങ്കിൽ നിങ്ങൾ സ്വയം പരിഹാസ്യരാവുക മാത്രമാണ് അതുകൊണ്ട് ഉണ്ടാവുക. അതുകൊണ്ട് സഖാക്കളെ ഒന്ന് മെല്ലെ പോ.